പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഞാൻ എന്നുള്ളത് ചാവക്കാട് ബൈപ്പാസിലാണ്. ചാവക്കാട് ബൈപ്പാസിൻ്റെ ബാക്കിലുണ്ടില്ല, എൻ്റെ പില്ലറിൻ്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ വർക്കും കാര്യങ്ങളൊക്കെ എങ്ങനെ പുരോഗമിക്കണമെന്ന് കണ്ടു നോക്കി കേട്ടോ. തിരക്കേറിയ ചാവക്കാട് പട്ടണത്തെ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ടാണ് പുതിയ ബൈപ്പാസ് വരുന്നത് കേട്ടോ. കണ്ടില്ല, മേലെ കണ്ടില്ല, പാലത്തിൻ്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ബസ്സാണ്. അപ്പം ഇനി ചാവക്കാട് ടൗണിലേക്ക് പോണവർക്കൊക്കെ അടികൂടെ വരാം, നേരെ എറണാകുളം ഭാഗത്തേക്ക് തന്നെ തിരുവനന്തപുരം പോണൊക്കെ പാലത്തിൻ്റെ മേലെ കൂടെ വരാം കേട്ടോ. വളരെയധികം തിരക്കുള്ളൊരു ബൈപ്പാസാണ് കേട്ടോ ചാവക്കാട് ബൈപ്പാസ്. മീനിൻ്റെ വണ്ടിയും പൊന്നാനിക്കുള്ള മീനിൻ്റെ വണ്ടി, അതുപോലെ തന്നെ ചാവക്കാട്ടേക്കുള്ള മീനിൻ്റെ വണ്ടി കണ്ടില്ല, ഇവിടെ ഫുള്ള് ട്രാഫിക് ജാമാണ്. ഇതൊക്കെ ഒഴിവാക്കി കിട്ടും കേട്ടോ. 1 മിനിറ്റിൻ്റെ ഉള്ളിൽ ഒക്കെ നമുക്ക് ഈ ബൈപ്പാസ് പാസ് ചെയ്യാം. 2.5 കിലോമീറ്ററാണ് ഈ ബൈപ്പാസ് വരുന്നത്. അതുപോലെ തന്നെ അതിൽ 800 മീറ്റർ മേൽക്കോടുള്ള ഒരു പാലം കൂടി വരുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണ് ചാവക്കാട് ബൈപ്പാസിൻ്റെ ഫുൾ വീഡിയോ ഒരറ്റം മുതൽ മറ്ററ്റം വരെയുള്ള ഞാൻ ഇതിൽ കാണിക്കുന്നത്തെ വീഡിയോയിൽ. അപ്പോൾ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടു നോക്കി നോക്കുക. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ളതിൽ ഏറ്റവും കൂടുതൽ ബൈപ്പാസ് വരുന്ന ജില്ലയാണ് തൃശ്ശൂർ ജില്ല. അതിൽ ആദ്യത്തെ സ്റ്റാർട്ടിങ് തൃശ്ശൂർ ജില്ലയിൽ ചാവക്കാട് ബൈപ്പാസ് കേട്ടോ. മലപ്പുറം ഭാഗത്തുനിന്ന് വരുന്നവർക്ക് മണത്തല മുതൽ വില്യംസ് വരെയാണ് 2.5 കിലോമീറ്റർ ദൂരത്തിലാണ് ആദ്യത്തെ തൃശ്ശൂർ ജില്ലത്തെ ബൈപ്പാസ് വരുന്നത്. മലപ്പുറം ഭാഗത്തുനിന്ന് വരുന്നവർക്കാണ് കേട്ടോ. മറ്റോ വരുമ്പോൾ കൊടുങ്ങല്ലൂർ ബൈപ്പാസാണ് ആദ്യമായിട്ട് വരാൻ, എറണാകുളം ഭാഗത്തുനിന്ന് വരുന്നവർക്ക്. ഇവിടെ നിന്നുണ്ട് മേൽപ്പാല വരുന്നത്, അതുകൊണ്ട് തന്നെ അപ്പുറത്തോടെ വരണം കേട്ടോ. ഇതിലൂടെ തന്നെ കിടക്കാൻ വഴിയില്ലാത്തത് അപ്പുറത്തെ സൈഡാണ്. ഇപ്പോൾ ഈ കാണുന്നത് ഞാൻ അപ്പുറത്തോടെ വില്യംസിൻ്റെ കൂടെ വന്നിട്ടുള്ള പൈലിങ് നടക്കുന്ന ഒരു ഏരിയ ആണിത്. ഇവിടെ 800 മീറ്റർ മേലെ കൂടെ പാലം കടന്നു പോവുക, അതിൻ്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കാര്യമായിട്ടും മഴയൊന്നും പെയ്തിട്ടില്ലെങ്കിലും 1 മഴ 2 മഴ പെയ്യുന്നതിന് തന്നെ ഇവിടുത്തെ അവസ്ഥ വളരെ മോശമായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും മഴക്കാലത്ത് വർക്ക് നടക്കാൻ വളരെ സാധ്യത കുറവാണ്. അത്രമാത്രം ഒരു ചെളികുണ്ടാണ് ഈ ഭാഗത്തൊക്കെ, ചതപ്പ് നിറഞ്ഞ സ്ഥലമാണ്. പിന്നെ മേലക്കോടെയാണ് റോഡ് പോണത്, അതുകൊണ്ടാണ് ഈ ഭാഗത്തൊക്കെ മേലക്കോടെ റോഡ് പോണത്. കണ്ടില്ല, ആകെ ചെളിയും വെള്ളമൊക്കെ അയക്കണം.
ചാവക്കാട് ഭാഗത്തിൻ്റെ എൻഡാണ് വില്യംസ് ഭാഗത്ത്. ലെഫ്റ്റ് അടിച്ച ടൗണിലേക്ക് തന്നെ പോവുക, ചാവക്കാട്ടേക്ക് തന്നെ പോവുക. റൈറ്റ് അടിക്കുമ്പോൾ കൊടുങ്ങല്ലൂർ, അങ്ങനെ എറണാകുളം തിരുവനന്തപുരം വരെ പോവുക.